ഹായ് കണ്ണേ കെന്നെ കിന്ന ഇപ്പം എനിക്ക് വയ്യ കേട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അലവൊക്കെ വേദന വരും. അതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. എന്നാലും അറിഞ്ഞിട്ട് മച്ചി 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 എന്ന് പറഞ്ഞ ഒരു പാവപ്പെട്ട സ്ത്രീയെ ഇരുന്നുകൊണ്ട് തെറി വിളിച്ചിട്ട് ആ പാവപ്പെട്ടവളെ കൊണ്ട് വേണ്ടാത്ത വേല അത്രയും ചെയ്യിപ്പിച്ചിട്ട് ഇപ്പം പുതിയൊരു കണ്ടുപിടുത്തം കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. കിർണേട്ടനും ഭ്രാന്തിത്തള്ളയും. കിർണേട്ടനും ഭ്രാന്തിത്തള്ളയും പറയുന്നതൊന്നും ആരും വിശ്വസിക്കാൻ നിൽക്കേണ്ട. അവരെൻ്റെ മകനെ കുറിച്ച് പറഞ്ഞത് ശുദ്ധ നുണയാണ്. അതുപോലൊരു നുണയാണ് ആ പാവപ്പെട്ട സ്ത്രീയെ ഇകഴ്ത്താൻ വേണ്ടിയിട്ട്. ഞാൻ ഇന്നലെ കോഴിക്കോട് കൊയിലാണ്ടി കക്കൂസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ പലർക്കും വേദനയുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ നാട്ടിലിരുന്നു കൊണ്ട് ഒരു വൃത്തികെട്ടവൻ പറയുന്ന സാധനം തന്നെയല്ലേ ഇത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെതിരെ ഒരു അക്ഷരം മിണ്ടണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഉണ്ടോ? ആരെങ്കിലും ഒരാൾ ഞങ്ങളുടെ നാട്ടിലാണ് ഇങ്ങനെ ഒരു വൃത്തികേട് വ്യവസ്ഥ നടത്തുന്നതെങ്കിൽ ഒരു എക്സാമ്പിൾ കൂടെ ഞാൻ പറഞ്ഞു തരാം. റിയാസ് ആൻറ്റിയും പോയി ഇടിച്ചത് ഓർമ്മയുണ്ടോ? നിരന്തരം ഇരുന്ന് പെണ്ണുങ്ങളുടെ ജെട്ടിയുടെ കളറും ജെട്ടി കഥയും പറഞ്ഞുകൊണ്ടിരുന്ന ഒരുത്തനിക്ക് റിയാസനെയും മറ്റേ ഭാഗ്യലക്ഷ്മിയും കൂടെ കയറി ഇട്ടി പറ്റിച്ചത് കണ്ടായിരുന്നോ? കേസൊക്കെ വരും, അതൊക്കെ സ്വാഭാവികം. അവർ ഒളിച്ച് നടക്കേണ്ടി വന്നിട്ടുണ്ട്, ജാമ്യം എടുക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് കേസ് ഇപ്പോഴും നടക്കുന്നുണ്ട്. അതൊക്കെ ശരി തന്നെ. പക്ഷെ പൊട്ടിക്കേണ്ടടുത്ത് പൊട്ടിക്കുക തന്നെ വേണം. അപ്പം അങ്ങനെ ഇരുന്നുകൊണ്ട് വൃത്താനം ശബ്ദധാരാവലിയും വെച്ചിരുന്നുകൊണ്ട് അമരാവതം പറഞ്ഞ അമരാവതി മോനിക്ക് 8 നിലയ്ക്ക് കയറി കൂത്തി പൊട്ടിച്ച് അവൻ്റെ വേണ്ടാത്തടത്ത് ചൊറിയണോ വെച്ചിട്ട് വന്നു. നിങ്ങൾ ചെയ്തോ? കോഴിക്കോട് കൊയിലാണ്ടുകാർ മൊത്തം പറയേണ്ടെന്ന് പറഞ്ഞാൽ കോഴിക്കോട് തന്നെയല്ലേ ഉള്ളത് ഈ പ്രാന്തികളൊക്കെ? ആണോ? അവിടെ കിടന്ന് തന്നെയല്ലേ ഈ അപരാധം മുഴുക്ക പറയുന്നത്? കോഴിക്കോട് ഇരുന്നു കൊണ്ടാണ് ജാമിദ ഇസ്ലാം കമ്മ്യൂണിറ്റിക്കെതിരെ ഏറ്റവും മോശമായ കാര്യങ്ങൾ പറയുന്നത്. നിങ്ങളത് അവിടെയുള്ള കോഴിക്കോടുള്ള മുസ്ലിങ്ങൾ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല? ചോദ്യം ചെയ്യേണ്ടത് ചോദ്യം ചെയ്യണം. അവർ പറയുന്നത് യാതൊരു സംഹിതയും വെച്ചിട്ടല്ല. എന്തൊക്കെ കള്ളത്തരമാണ് സ്ത്രീ എന്ന് വിളിച്ചു പറയുന്നത്? ഈ മുറിയന്മാർ പ്രശ്നമാണ്. ആണോ? ഞങ്ങളുടെ തിരുവനന്തപുരത്ത് ഇറങ്ങി അപ്പോഴേ ചോദ്യം ചെയ്ത് ഇടിയൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ തെക്കൻ ജില്ലക്കാർക്ക് പൂർണ്ണ യോഗ്യതയുണ്ട് ഇത് പറയാനായിട്ട്. അവിടെയല്ലേ അടക്കളം. നിങ്ങൾ എന്തിനാ അവിടെ സ്പേസ് കൊടുത്തു? അറ്റ്ലീസ്റ്റ് അവിടെയുള്ള പെണ്ണുങ്ങൾക്ക് പോയി ചോദിക്കാൻ പറ്റൂല. ഞാനൊരു എക്സാമ്പിൾ പറയാം. എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു മുമ്പ്. അവിടെ ഒരു വിശേഷം വന്നപ്പോൾ ഒരാഴ്ച മുമ്പ് എൻ്റെ ഒരു കസിൻ, അവളുടെ സുഹൃത്താണത്, ആ വീട്ടിൽ പോയി താമസിച്ചാൽ അവിടെ ചുറ്റുവട്ടത്തുള്ള മുസ്ലിംസ് വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിനക്ക് നീ എന്താ ഈ വീട്ടിൽ വന്ന് ഒരാഴ്ച മുമ്പേ താമസിക്കുന്നതെന്ന്. ഒരു ഇഷ്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് അവരവിടെ പോയിട്ടുണ്ടായിരുന്നത്. അവർക്ക് നേരത്തെ പോയി അവിടെ നിൽക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അതിൻ്റെ ഡെപ്തിലൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ചോദ്യം ചെയ്യലുകൾ ഉണ്ടായിട്ടുണ്ട്. എന്തിനാ അങ്ങനെ വന്ന് നിൽക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട്. അത് ചോദ്യങ്ങൾ വരണം, ചോദ്യം ചെയ്യപ്പെടണം. ഇവിടെ എന്തെങ്കിലും ഒരു ചോദ്യം ഉണ്ടാ? കിർണേട്ടാ 24 മണിക്കൂറും തുണിയില്ലാതെയും ഉടുക്കാതെയും മലന്നും കിടന്നും കമന്നും അപ്പക്കാഴ്ചകളൊക്കെ കാണിക്കുന്ന ഒരു വൃത്തികെട്ട ഇത് ആ സമൂഹം അല്ലെങ്കിൽ അവിടെയുള്ള നാട്ടുകാരെന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല? ആരെങ്കിലും വേണ്ടി കഴിഞ്ഞാൽ അവർക്കെതിരെ ഉടനെ കൊണ്ടുപോയി കേസ് കൊടുക്കും. അങ്ങനെ ഒരു വൃത്തികെട്ട അത് കേസ് എന്തുവാണ്? പീഡിപ്പിച്ചു എന്ന്. ലോകത്തുള്ളവരും മുഴുക്ക പീഡിപ്പിക്കാൻ ഇവിടെ ആര്? അവർക്ക് ഇൻബോക്സിലേക്ക് ആളുകൾ മെസ്സേജ് അയക്കുന്നത്. അത്രയും താല്പര്യം പിടിച്ചവൻ കേരളത്തിലുണ്ടാ? എന്ത് വൃത്തികേടാണോ പറയുന്നത്? ഇത് പറയുമ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യാത്തത് കൊണ്ടാണ് ഇപ്പുറത്തുള്ളവർക്ക് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടി വരുന്നത്. അപ്പം അങ്ങനെ തന്നെ പറയും. ഇപ്പം കൊല്ലം ജില്ലക്കാരെ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന എന്തിനാണ്? ഗുണ്ടായുസത്തിനാണ്. എന്തുകൊണ്ടാണ്? അവരാരെങ്കിലും അടിക്കാൻ വരുന്നുണ്ടോ? അല്ലെന്ന് പറയുന്നുണ്ടോ? കൊല്ലം ജില്ലക്കാരെല്ലാം ഗുണ്ടായുസം കാണിക്കുന്നവരാ? ഗുണ്ടകളാ? അല്ലല്ലോ. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾ തിരുത്ത്. അവിടെയല്ലേ വന്ന് കിടന്ന് സർക്കസ് കാണിക്കുന്ന ഒരുത്തൻ തൃശ്ശൂർക്കാരനാ, ജാമിദയുടെ കൂടെ നടക്കുന്നവൻ എപ്പാട്ട്. അവൻ അവിടെ വന്നിരുന്നല്ലേ ഇസ്ലാമിനെ അവഹേളിച്ച് വർത്താനം പറയുന്നത് തന്നെയല്ലേ? ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ വിടുവോ? പള്ളിക്കാർ വിടുവോ? കാപ്പാട് മഹല് കമ്മിറ്റി അവളുടെ ജെട്ടിക്കകത്തെന്നാ പറഞ്ഞേ. എന്നിട്ട് കാപ്പാടുകാർ അനങ്ങിയോ? നിങ്ങൾ കണ്ടോ? ഒരാളെങ്കിലും വോയിസും കൊണ്ട് വന്നോ? അപ്പൊ ആരെ കുഴപ്പമുണ്ടെങ്കിൽ പറയും. അത് കേൾക്കാൻ നിങ്ങൾ ഉത്തരവാദികളാണ് തന്നെയാണ്. അവിടെ ഒരു ഫംഗ്ഷൻ നടന്നു. ഞാൻ കാല് സുഖമില്ലാത്തൊരു സ്ത്രീയാ. ഞാൻ കഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് എവിടെ ഞാൻ അവിടെ മൗനമായിട്ടിരുന്നാണ് ഇത് നടത്തിയത്. മറ്റുള്ളവരാണെങ്കിൽ ഇടപെടും. ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ ഇടപെടും. കൂടോടെ യുക്തിവാദികളെ മൂട് കുത്തി ഇടിക്കും. അന്ന് പോലീസ് നിന്ന് സംരക്ഷിച്ചത് എന്നെയാ. എന്നെ അടിക്കാൻ വന്നത് പോലീസല്ല, ആ ഒറ്റോളാ. അതെവിടെയാ സംഭവിച്ചേ? കോഴിക്കോട് ടൗൺ ഹാളിൽ തന്നെയാണോ? ആണോ? എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? പോലീസുകാർക്ക് സമ്മതമായിരുന്നു. രണ്ടും കൂടെ പറയുന്നാ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ആ നാട്ടുകാരാണ് കുഴപ്പം. അവിടെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വൃത്തികേടുകൾ നടക്കുന്നത്. നിങ്ങൾ അതിനെ അനുവദിച്ചു കൊടുക്കുന്നുള്ളത് കൊണ്ടാണ്. എന്തിനാണ് ഇന്ത്യ മൊത്തം പിടിച്ചടക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർക്ക് സ്പേസ് കൊടുത്തത്? കോഴിക്കോടുകാരാ. കാപ്പാട് അവൻ ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ ആ പ്രശ്നം വരില്ലായിരുന്നു. അപ്പോൾ എല്ലാം കൊണ്ടും കോഴിക്കോട് ആ പ്രശ്നത്തിലാണുള്ളത്. ഇപ്പോൾ കോഴിക്കോട് ജില്ലയെ പറഞ്ഞൊന്നും പറഞ്ഞാൽ ആർക്കെങ്കിലും സങ്കടം വരുന്നവരെ മാറിയിരുന്ന കാര്യമുള്ളൂ. കൊയിലാണ്ടി കക്കൂസ് തന്നെയാണ് അവള്. അല്ലെങ്കിൽ കൊയിലാണ്ടി കിടന്ന് ഈ താളം ചവിട്ടുവോ? ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ ഇവർക്ക് എപ്പോഴും ഇടി കിട്ടിയിട്ടുണ്ടാവുമെന്ന് അറിയാമോ? പെണ്ണുങ്ങൾ കൈകാര്യം ചെയ്യും. നിങ്ങൾക്ക് കാര്യവിശേഷിയില്ല. ഇനിയിപ്പോൾ ഒരു സ്ത്രീയുടെ വീഡിയോ വന്നിട്ടുണ്ട്. ജലൂസ് വേർഡെന്നാണ് ഇവരുടെ ID. അതിനകത്തുനിന്ന് കുറച്ച് ഭാഗം മാത്രമാണ് ഞാൻ ഇവിടെ വയ്ക്കുന്നത്. ബാക്കി നിങ്ങൾ അവിടെ പോയി കണ്ടോളൂ. ആക്ച്വലി ആ സ്ത്രീ പറയുന്നത് വളരെ വലിയ കാര്യമാണ്. നിങ്ങൾക്കിടയിൽ തന്നെയുള്ള ആൾക്കാർ കൊണ്ട് നിങ്ങൾ ചിത്രം വരയ്ക്കുകയോ വാങ്ങിക്കുകയോ ഒക്കെ ചെയ്യൂ. ഇതൊക്കെ പൊളിറ്റിക്കൽ ഗിമിക്കാണ്, ആവശ്യമില്ലാതെ. ഒരു സ്ത്രീക്കെതിരെ രാജ്യദ്രോഹ കുറ്റമാണ് അവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. രാജ്യദ്രോഹം എന്ന് പറഞ്ഞാൽ കലാപാഹ്വാനം എന്ന് പറഞ്ഞാൽ രാജ്യദ്രോഹ കുറ്റം തന്നെയാണ്, സിമിലറാണ്. അങ്ങനെ കുറ്റം ചുമത്തിയത്, അതും സ്വമേധയാ കേസെടുത്തതാണ് കോടതി, ആരും കൊണ്ട് പരാതി കൊടുത്തതല്ല. അങ്ങനെ എടുത്ത ഒരു സ്ത്രീയെ ഇപ്പോഴും നിർബാധം അവിടെ ഞാൻ നടക്കാൻ വിടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കെടുകാര്യസ്ഥതയാണ്. അതിന് എൻ്റെ തലയിൽ കയറിയിട്ട് കാര്യമില്ല. കോഴിക്കോട്ടുകാർ വന്ന് ഒപ്പിടല്ലേ, നടക്കണ കേസല്ല. ജാമിദ, ഈ സ്ത്രീ, ഇവരൊക്കെ അവിടെ കിടന്ന് തന്നെയല്ലേ ഈ തകർപ്പത്രയും കാണിക്കുന്നത്. ഒരുത്തൻ തൃശ്ശൂർക്കാരനാണ്, ഏത് ആ വേട്ടാവളിയെ, അവനും അവിടെ വന്ന് നിന്നുണ്ടാണ് തീട്ടം വഹിച്ചു. അവനും അവിടെ വന്ന് കിടന്നാ തകർക്കുന്നത്. അവർക്കറിയാം നല്ല മണ്ണാ അത്.
ഇതുപോലുള്ള വൃത്തികേടുകൾക്കുള്ള വളക്കൂറുള്ള മണ്ണാണ്. നിങ്ങൾ പേടിച്ചിരിക്കുന്നിടത്തോളം നിങ്ങളുടെ ജില്ലയെ ഞങ്ങൾ പറയും. അത് കേൾക്കാൻ നിങ്ങൾ ഉത്തരവാദികളാണ്. അല്ലെങ്കിൽ തിരിച്ച് പറയുക, അങ്ങനെ തിരുത്തുക. ഒരു മൊബൈലും കൊണ്ട് ഇഷ്ടമാതിരി ഇരുന്നുകൊണ്ട് തള്ളാമെന്ന് അവൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തിരിച്ച് മറുപടി ഉണ്ടാവുന്നേ. തെക്കൻ ജില്ലക്കാർ അങ്ങനെയാണ്. ഇലിമിന്റെ വെട്ടം ഞങ്ങൾക്ക് കുറവാണ്, പക്ഷെ മര്യാദയുണ്ട്. ഇതുപോലെ തോന്നിവാസങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ അനുവദിച്ചു കൊടുക്കത്തില്ല. ഇതുപോലെ കാണിക്കട്ട് നാട്ടുകാർ കയറി ചോദ്യം ചെയ്യണം. ചോദ്യം ചെയ്യേണ്ട അവസ്ഥയുണ്ട്. അത് ചോദ്യം ചെയ്യാനേ വേണം. എന്നിട്ട് നിങ്ങൾ ചെയ്തോ? എന്നിട്ട് ഇരുന്നുണ്ട് ഞങ്ങളെ കൊയിലാണ്ടിക്കാരെ മൊത്തം നിങ്ങൾ കൊയിലാണ്ടിക്കാർ അങ്ങനെ തന്നെയാണെന്നേ. കൊയിലാണ്ടിയിൽ ഒരു പെണ്ണ് കിടന്ന് ഇതുപോലെ വൃത്തികേട് കാണിച്ചിട്ട് നിങ്ങൾക്ക് നാക്കില്ലേ? അവളുടെ ഉമ്മാടെ വീട്ടിൽ പോയി കിടന്ന് അവിടെ നിന്നുകൊണ്ടാണ് ഇസ്ലാമിനെ തെറി വിളിക്കുന്നത്. ആ ഉമ്മായും വാപ്പാക്ക് മഹലില്ലേ? അവിടെ നിന്ന് ചോദ്യം ചെയ്യലാണ് എന്തുകൊണ്ട് വരുന്നില്ല? നീ ഹജ്ജ് ചെയ്യാനാണെന്ന് പറയുന്നത്. നിങ്ങൾ ആരെയാണ് അവഹേളിക്കുന്നത്? ആരെയാണ് അവഹേളിക്കുന്നത്? ഇസ്ലാം കമ്മ്യൂണിറ്റിയിൽ അത്രയും ദാരിദ്ര്യം വന്നോ? കൃഷ്ണനെ വിട്ടിട്ട് ഹജ്ജിന് ഉമ്മായി വാപ്പായ ഹജ്ജിന് വിടാൻ ഇതിൽ എന്ത് സന്ദേശമാണ് അവൾ കൊടുക്കുന്നത്? സൊസൈറ്റിക്ക് കൊടുക്കുന്ന സന്ദേശം ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? വളരെ വൾഗറായി, വളരെ മോശപ്പെട്ട രീതിയിൽ ഒരു വിഭാഗത്തിന് അഡ്രസ്സ് ചെയ്യുകയും കലാപാഹ്വാനത്തിന് ഇത് കൊടുക്കുകയും ചെയ്യുന്നെന്ന് ഓരോരുത്തരും വന്നിരുന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കാതെ അവർ കൊയിലാണ്ടി പറഞ്ഞു, കോഴിക്കോടിനെ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് എൻ്റെ ടൈം ലൈനിലേക്ക് വരണ്ട. താല്പര്യമില്ല. ഈ കാര്യങ്ങൾ ഞങ്ങൾ പറയുക തന്നെ ചെയ്യും. ആക്ഷൻ എടുക്കാനുള്ള കാര്യങ്ങൾ കൃത്യമായി ഞങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ ചെയ്യാറുണ്ടോ? നിങ്ങൾ 10 പേര് വിചാരിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ ഇത്? ആ നാട്ടിലെ 10 പ്രമാണിമാർ വിചാരിച്ചാൽ തീരാവുന്നുള്ള പ്രശ്നമല്ലേ ഉള്ളൂ? എന്തുകൊണ്ട് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല? എവിടെ മായാവി? ഇവളെ കെട്ടിയവനെവിടെ? അതെന്താ നിങ്ങളാരും അന്വേഷിക്കാത്ത? ചത്തോ അവൻ? കുഴിച്ചിട്ടോ എവിടെയെങ്കിലും? അവൻ ജയിലിലാണെന്ന് പറയണോ? അന്വേഷിച്ചോ? അവന്റെ ഫോട്ടോ തന്നു, എന്നിട്ട് നിങ്ങൾ അന്വേഷിച്ചോ? ഒരു പെണ്ണ് ജീവിക്കാൻ വേണ്ടി ഇതൊക്കെ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാവുന്ന കാര്യമൊന്നുമില്ല. അവൾ തന്നെ പറയുന്നുണ്ടല്ലോ എനിക്കൊരു തൊഴിലറിയാന്ന്. അവൾ ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങട്ടെ. ഇപ്പോൾ ഉള്ള സ്കൂളിന്റെ പേര് ഡ്രൈവിംഗ് സ്കൂൾ എന്നങ്ങ് ഇട്ടാൽ മതി. അപ്പൊ കറക്റ്റായി. ഇത് യാതൊരു രീതിയിലും അവർക്ക് എതിരെ ഒരു ചെറുതരൽ പോലും അനക്കാതിരുന്നുകൊണ്ട് പറയുമ്പോൾ ഞങ്ങളുടെ ജില്ലയെ പറഞ്ഞു നിങ്ങളുടെ ജില്ലയുടെ കുഴപ്പമാണ് പറഞ്ഞത്. നിങ്ങളുടെ ജില്ലക്കാരുടെ കുഴപ്പം തന്നെയായി പറയുന്നത്. അവിടെ മഹല്ലുകളുണ്ടോ? നിർവീര്യം. ഇലിമ കൂടിയോണ്ടായിരിക്കും. ഈ ഇലിമ കൂടിയതിന്റെ കൂടുതലുണ്ടായിരിക്കും മഹല്ല് കമ്മിറ്റിയൊക്കെ മൗനമായിട്ട് ഇതിന് അനുവാദം കൊടുക്കുന്നത്. അതെന്താ? ചോദ്യം ചെയ്യപ്പെടേണ്ടത് ചോദ്യം ചെയ്യണം. സഭക്കാർ ചോദ്യം ചെയ്യുന്നുണ്ടല്ലോ. ഈ ചർച്ചകളിൽ വരുന്ന അവിടെ ചെല്ലുമ്പോഴത്തേക്ക് പള്ളിയിൽ അച്ഛൻ ചോദ്യം ചെയ്തില്ലേ? ആ പവർ എന്താ നിങ്ങളുടെ പുരോഹിതന്മാർക്കില്ലാത്ത? അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തിന്നാൻ മാത്രമാണോ? ഫണ്ട് പിരിക്കുക തിന്നുക എന്നുള്ളതാണോ നിങ്ങളുടെ ഉദ്ദേശം? ഇതൊക്കെ ചോദ്യം ചെയ്യേണ്ട കാര്യങ്ങളാണ്. മഹല്ല് കമ്മിറ്റി ഇടപെടണം. അപ്പൊ മഹല്ലിൽ അവർ ഇല്ല എന്നുണ്ടെങ്കിൽ അവളുമായിട്ട് സംബന്ധം കൂടുതൽ ബാക്കിയുള്ളവരെടുത്ത് ചോദിക്കണം. ആ വാപ്പ ഉണ്ടാവുമല്ലോ ഓട്ടോറിക്ഷക്കാരൻ, അവന്റെ ഓട്ടോറിക്ഷ കയറാതിരിക്കണം. 2 വിരുദ്ധ സംസ്കാരത്തിൽ അല്ലെങ്കിൽ സമുദായക്കാർ തമ്മിൽ അടിക്കുമ്പോൾ നടക്കുന്നത് എന്താണ് നിങ്ങൾക്ക് വല്ല ബോധ്യമുണ്ടോ? നിങ്ങൾക്ക് ഗോത്ര കലാപം അറിയാമോ? ഗുജറാത്ത് കലാപം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താ അവിടെ നടന്നതെന്ന് അറിയാമോ? ഒരു വ്യക്തി അവിടെ ഇരിപ്പുണ്ട്. കലാപം നടക്കുമ്പോൾ എന്താ നടക്കുന്നതെന്ന് അറിയാമോ? 2 കൂട്ടർക്കും ജീവഹാനി വരും. കൂടെ വരുന്ന പെണ്ണുങ്ങൾക്ക് ബലാത്സംഗവും കിട്ടും. ബലാത്സംഗികൾ ആദ്യം ചെയ്യുക, പെണ്ണുങ്ങളെ ബലാത്സംഗം ചെയ്യുക. പൊടി മക്കളെ നമ്മളെ മുമ്പ് ഇട്ട് തല്ലിക്കൊല്ലും. ഇത് കാണണോ നിങ്ങൾക്ക്? കലാപം എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? അനുഭവിച്ചവർക്കും അത് പഠിച്ച് വായിച്ചവർക്കും മാത്രമേ അത് മനസ്സിലാവുള്ളൂ. അത് പറയുമ്പോൾ അത് മനസ്സിലാക്കി അതിനെ പ്രവർത്തിക്കാൻ ശ്രമിക്കണം. നീ ഉടനെ നീ തട്ട ഇടുന്നില്ല, നീ പുട്ട ഇടുന്നില്ലെന്ന് മുന്നോട്ട് തള്ളി കയറല്ലേ, എനിക്ക് എൻ്റെ കലി വരുവേ, ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ഒരു വിഷയം പറയുമ്പോൾ ആ വിഷയത്തിന് കൃത്യമായി എവിഡൻസ് വെച്ചാൽ പറയുന്നത്. അത് മനസ്സിലാക്കാനുള്ള പ്രായോഗിക ബുദ്ധിയെങ്കിലും ഉണ്ടാകണം. കൊയിലാണ്ടി കക്കൂസിനെ പറയുമ്പോൾ കൊയിലാണ്ടിക്കാർക്ക് തോന്നുന്നുണ്ടെങ്കിൽ കൊയിലാണ്ടിക്കാരെ ഇടപെട്ട് കൊയിലാണ്ടി കക്കൂസിനെ നാക്കടക്കി. ഒരാളുടെ വായ മൂടി കെട്ടാൻ പറ്റില്ല, ഇവിടെ ഇന്ത്യ നിയമം ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അവിടെയുള്ളവർക്ക് കേസ് കൊടുക്കാം. ഞങ്ങൾക്ക് ഇത് നിരന്തരം കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയണം. അവനും അവള് ആങ്ങളെയും പെങ്ങളും കളിക്കുന്ന വേറൊരുത്തനുണ്ട്, ഒരു ശശി. എവിടെ ഏത് പെണ്ണുങ്ങൾ പിന്നെ തുണി വെക്കുന്നത് എന്നാൽ ഞാനും കൂടെ അവിടെ പോയിന്നുണ്ട് ഒട്ടിപ്പിടിക്കട്ടെ എന്നൊരുത്തം പറകെ നടക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ മൗനമായി അനുവാദം കൊടുക്കുമ്പോൾ നിങ്ങളുടെ നാട്ടിനെ പറയുക തന്നെ ചെയ്ത് സ്വാഭാവികമാണ്. അത് കേൾക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണെന്ന് മനസ്സിലാക്കുക. കൃഷ്ണന്റെ നടയിലേക്ക് മറ്റു മതസ്കാരെ കയറ്റത്തില്ല, അല്ലെങ്കിൽ ആ മതത്തിൽ തന്നെ ഉള്ളവർ ഈ നീചകുലജാതരെ കയറ്റത്തില്ല. ഒരു ഹിഡൻ അജണ്ട അവിടെ ഉണ്ട്. ഞങ്ങൾ അതൊന്നും കംപ്ലൈന്റ് ചെയ്യുന്നില്ലല്ലോ, പറയുന്നില്ലല്ലോ. അവൾക്ക് അത്രത്തോളം ഇഷ്ടമാണ് അവൾ അവിടെ കൊണ്ട് നടയിരുത്ത്. അവളെ കൊണ്ടുപോയിക്കോളി, ആർക്ക് വേണം? ഞങ്ങൾക്ക് വേണ്ട, താല്പര്യമില്ല. ഞങ്ങളുടെ കമ്മ്യൂണിറ്റി അവഹേളിക്കുന്ന രീതിയിൽ ഇതുപോലത്തെ സിദ്ധാന്തങ്ങൾ പറയുകയാണെങ്കിൽ ചെവിക്കൽ കൊടുക്കാൻ അടി കൊടുക്കാൻ ഞങ്ങളുടെ നാട്ടിൽ പെണ്ണുങ്ങൾ ഉണ്ടെന്നാ പറഞ്ഞ. ഇവളോട് തിരുവനന്തപുരത്തൊന്ന് താമസിക്കാൻ പറ. ഇവളോടും ജാമ്യത്തോടും തിരുവനന്തപുരത്തൊന്ന് താമസിക്കാൻ പറ. ഒരാഴ്ച കൊണ്ട് തീർത്തു കൊടുക്കാൻ കുത്തിക്കഴപ്പ്. അതൊരു വാണിംഗ് തന്നെയാണ്. ഞങ്ങൾക്ക് സമാധാനമായി ജീവിക്കണം. ഇവളുടെയൊക്കെ വീട്ടിലേക്ക് ഇവളുടെയൊക്കെ കൊച്ചുങ്ങൾക്ക് ചട്ടിയും അരിയും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവൻ പടയം വെക്കാൻ സൗകര്യമില്ലെന്ന്. ചുമ്മാ ഒരു പ്രശ്നമില്ലാത്ത 2 കമ്മ്യൂണിറ്റികളെ തമ്മിൽ അടിക്കാൻ വേണ്ടിയിട്ട് തോന്നിവാസങ്ങൾ ഇരുന്ന് വിളമ്പുന്ന 2 അവതാരങ്ങളെ വളമിട്ട് വളർത്തിയിട്ട് പറയും. കൊയിലാണ്ടിയെ പറയില്ലേ, കോഴിക്കോടിനെ പറയും. കൊയിലാണ്ടിയെ പറയും, കോഴിക്കോടിനെയും പറയും. അങ്ങനെ പറയേണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ഈ നാറികളെടുത്ത് വാഴച്ചിട്ട് ഉണ്ടായിരിക്കാൻ പറ. എത്രയോ പെണ്ണുങ്ങൾ ഇവിടെ സോഷ്യൽ മീഡിയയിലുണ്ട്. അവരൊക്കെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നില്ലേ? എത്രയോ പേരെ അല്ലാതെ ജീവിക്കുന്നു. എന്തെല്ലാം ജോലികളുണ്ട്. എന്താ അതൊന്നും പറ്റത്തില്ലേ? ഇരുന്നുകൊണ്ട് അവഹേളനെ പറയുള്ളൂ. ഇവളടുത്ത് ആര് ഖുറാൻ ക്ലാസ് എടുക്കാൻ പറഞ്ഞ് ഞങ്ങൾ നിർബന്ധിച്ചോ? ജാമ്യതയുടെ അടുത്ത് ഞങ്ങൾക്ക് ഖുറാൻ പഠിക്കണ്ട, ജാമ്യതയുടെ വായിന്ന്. ജാമ്യതയുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്താൽ മതി, നാട്ടുകാരെ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അതെന്തിനാ ജാമ്യത നാട്ടുകാരെ പഠിപ്പിക്കാൻ ഇറങ്ങുന്നത്? എന്തടിസ്ഥാനത്തിലാ? ഇതൊക്കെ ചോദ്യം ചെയ്യേണ്ടവർ ചോദ്യം കൃത്യമായി ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നം വരത്തില്ല. എന്നിട്ട് ഇരുന്നുകൊണ്ട് വായ്ത്താളം അടിക്കുന്നത് എന്താണ്? ഞാനൊരു ഇസ്ലാമാണ്, ഞാൻ ഇസ്ലാമിന്റെ നവോത്ഥാനത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. എന്ത് നവോത്ഥാനം? ഇസ്ലാമിൽ ആർക്ക് നവോത്ഥാനം വേണം? അവളാദ്യം നവീകരിക്കട്ടെ അവളെ ഹെർസെൽഫ്. ജീവിതം മൊത്തം നോക്കുക. ഒരുത്തനെ കെട്ടി അവനെ കളയാതെ ഈ നാട്ടിലേക്ക് തന്നെ ഏറ്റവും മോശപ്പെട്ട രീതിയിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് അവര്.
എത്ര ആണുങ്ങളുടെ പേര് പറഞ്ഞു, എത്ര ആണുങ്ങൾ അവർ തന്നെ വന്ന് പറഞ്ഞു, എന്നിട്ട് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? പ്ലീസ് അത്രേ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ഞാൻ എടുത്ത് എവിഡൻസ് വെളിയിൽ കൊണ്ടുവന്ന് തന്നു. ഇതിൽ കൂടെ എന്താ വേണ്ടേ? എന്നിട്ട് പിന്നെയും അവക്ക് വേണ്ടിയിട്ട് സംസാരിക്കുകയാണ്. അവളെ പറഞ്ഞാൽ മതി, പിന്നെ ഞങ്ങളുടെ നാടിനെ പറയേണ്ടെന്ന്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനായിട്ട് ആക്ട് ചെയ്യുക. അല്ലാത്ത പക്ഷം നിങ്ങൾ ഇത് കേൾക്കാൻ ബാധ്യസ്ഥരാണെന്നാണ് പറഞ്ഞു വന്നത്. ഇപ്പൊ തിരുവനന്തപുരം ജില്ലയിൽ ഞാനൊരു തെറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും തിരുവനന്തപുരം ജില്ലക്കാർ കേൾക്കേണ്ടി വരും. ആ ഉറപ്പുള്ളത് കൊണ്ടാണ്, എൻ്റെ ദേശം തലകുനിക്കരുത് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ പലതും സഹിക്കുന്നത്, പലതും നമ്മൾ വേണ്ട എന്ന് നീക്കിയിരുത്തി വെക്കുന്നത്. ഓരോ നാട്ടുകാർക്കും അങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ട്, അത് മനസ്സിലാക്കുക. ഇപ്പൊ കൊല്ലക്കാർ അത്രയും കേൾക്കുന്നുണ്ടല്ലോ, അവരാരെങ്കിലും വാൾ കൊടുത്തോണ്ട് വരുന്നത് ഞങ്ങൾ കൊല്ലക്കാരെ പറഞ്ഞാൽ ഇടിക്കുമെന്ന്. കൊല്ലക്കാർക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് അവർക്കറിയാം, അതുകൊണ്ട് അവർ സഹിക്കുന്നു. വേറെ വഴി ഇനി മേൽക്കൊണ്ടുണ്ടാകാതിരിക്കാൻ നാണക്കേട് മാറാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കും, അത്രേ ഉള്ളൂ. കോഴിക്കോടിന് ഒരു പാരമ്പര്യമുണ്ടെങ്കിൽ, കോഴിക്കോടുള്ള മനുഷ്യർക്ക് അങ്ങനെ ഒരു പ്രവൃത്തി ദോഷമില്ല എങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ഒരുത്തൻ കഞ്ചാവ് അടിച്ചുകൊണ്ട് മച്ചി പെണ്ണുങ്ങളെ കൊലയായിട്ട് വിളിക്കുന്ന ഒരുത്തനിക്ക് ബസ് ഓടിക്കാനുള്ള പെർമിഷൻ നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങൾ നാട്ടുകാരാണ് കുഴപ്പം. നിങ്ങൾക്ക് എന്താ അത് മനസ്സിലാവാത്തെ? ഇത്തരം വൃത്തികേടുകൾ പറയുന്ന ഒരുത്തൻ ഞങ്ങളുടെ നാട്ടിൽ ബസ് എന്നല്ല ഒരു കുന്തോ ഓടിക്കത്തില്ല അവൻ. അതേപോലെ ഇതുപോലെ ഒരു കമ്മ്യൂണിറ്റി മൊത്തം അവമാനിക്കുന്ന ഒരുത്തന്റെ പിന്നെ ഓട്ടോറിക്ഷ അവിടെ ചുമ്മാ കിടക്കും. നിസ്സഹകരണമാണ് ഏറ്റവും നല്ല പരിപാടി. ഒരു മനുഷ്യരും കയറരുത് കിണ്ടിക്കകത്ത്. തിന്നട്ടെ, മോളെ വിറ്റ് തിന്നുന്നവൻ തിന്നട്ടെ, കാണട്ടെ എങ്ങനെ തിന്നുമെന്ന്. പോയി കിളയ്ക്കാൻ പറ. അപ്പോഴും നമ്മളെ പറമ്പ് കൊടുക്കരുത്, അവ അവന്റെ നെഞ്ചത്ത് കിളക്കട്ടെ, കൊടുക്കരുത്. ചില ചെയ്യേണ്ട രീതികളുണ്ട്, അത് അങ്ങനെ തന്നെ ചെയ്യണം. നിസ്സഹകരണമാണ് ഏറ്റവും നല്ല പരിപാടി. നമുക്ക് അവരെ തല്ലാനും വെട്ടാനും കുത്താനും പറ്റത്തില്ല. അപ്പൊ എന്ത് ചെയ്യും? ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ആക്ച്വലി ഇത് മറ്റൊരു നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഇടിയും കുത്തും വെട്ടുമാണ് മറുപടി. കാരണം ഇവൾ കാരണം മറ്റുള്ളവർ വാളെടുക്കുന്നേ. ഇപ്പം നോക്കൂ, അപ്പുറത്ത് നിൽക്കുന്ന പെൺകുട്ടികൾ ഇറങ്ങി നിന്ന് സംസാരിച്ചത് കൊണ്ടല്ലേ. അല്ലെങ്കിൽ എന്താണ് പറയുക? എന്താ അടുത്ത് പറയുക? ഇപ്പൊ ഷെഫീനെയാണ് ജസ്നയെ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താണ് പറയുക? നോക്കൂ, ഇസ്ലാം കമ്മ്യൂണിറ്റിയിലുള്ളവരെല്ലാം ഒറ്റക്കെട്ടായി ഇസ്ലാമിൽ നിന്ന് അവൾ അങ്ങനെയല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അവൾ ആക്രമിച്ചു എന്ന്. എങ്കിൽ അവളെ ആക്രമിച്ച ഉസ്താദിനെതിരെ ഇവൾ കേസ് കൊടുത്തിട്ടുണ്ടോ? എവളെ കുട്ടീനെ ആക്രമിച്ച ഉസ്താദിനെതിരെ ഇവൾ കേസ് കൊടുത്തിട്ടുണ്ടോ? ഒരു പിണ്ണാക്കും ചെയ്തിട്ടില്ല. തെളിവ് വയ്ക്കാൻ പറ. ഉസ്താദിനെതിരെ കേസ് കൊടുത്തിട്ടില്ല, ഉസ്താദ് അങ്ങനെ ചെയ്തതിന് തെളിവില്ല, യാതൊരു രീതിയിലുള്ള ഒരു സംഗതിയുമില്ല. ചുമ്മാ ഇരുന്നു കൊണ്ട് ഒരു സമൂഹത്തിനെ അവഹേളിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് തള്ളി മറിക്കുകയാണ്. നിങ്ങളുടെ വീട്ടിലെ ഒരു കുട്ടി പാതിരാത്രി നാട് നീളെ നടന്ന് വ്യഭിചരിച്ചിട്ട് വീട്ടിൽ കയറുമെന്ന് അവിടെ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആ വീട്ടുകാരെ കുറ്റം പറയാൻ പറ്റുമോ? അവർക്കൊരു രീതിയില്ലേ? അവർക്ക് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ തലവനിച്ച് നിൽക്കാൻ പറ്റുമോ? എന്റെ വീട്ടിലെ കുട്ടി എനിക്ക് എത്ര പ്രിയപ്പെട്ടതാണെങ്കിലും പോക്കൃതരം കാണിച്ച പടിക്ക് പുറത്തെന്ന് പറയും. അത് നിയമമാണ്, ഓരോ വീട്ടിന്റെ സിദ്ധാന്തം അതാ. ഞാൻ വീടെന്ന് ഉദ്ദേശിച്ച മതമാണെന്ന് കൂട്ടിക്കോളൂ. ഞങ്ങൾക്ക് ആർക്കും ഈ ഭ്രാന്തില്ലല്ലോ. മുലയും തലയും വയറും അപ്പവും കാണിച്ചുകൊണ്ട് നടന്നിട്ട് എന്നെ അങ്ങ് സ്വീകരിക്കണമെന്ന സൗകര്യമില്ല. ഇത് കണ്ടിട്ട് മറ്റുള്ള പെൺകുട്ടികൾക്ക് അട്രാക്ഷൻ ഉണ്ടായാൽ അത് ഞങ്ങൾക്ക് ബാധിക്കുന്ന പ്രശ്നം. ഒരു പരുവാകുമ്പോൾ 10-16 വയസ്സാകുമ്പോൾ കൊച്ചുങ്ങൾക്ക് ഇല്ലാത്ത ബോധങ്ങളും അല്ലാത്ത ഇൻഫാക്ച്വേഷനും ഒക്കെ വരും. ആ സമയത്ത് കുട്ടികൾ തെറ്റിലേക്ക് നടക്കും. അവർക്ക് റോൾ മോഡലായിട്ട് ഒരു ജാസ്മിനും ഒരു ജസ്നായും ഒരു ജാമിതയും നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്കത് ബുദ്ധിമുട്ടാണ്. അപ്പൊ റോൾ മോഡലായിട്ട് പുതിയ ആൾക്കാർ വരേണ്ടി വരും. എല്ലാവർക്കും ഒന്നും സോഷ്യൽ മീഡിയ കൂടെ വന്ന് പ്രതികരിക്കാൻ ഉണ്ടാവത്തില്ല. ചിലരുടെ നാവായി ഞാൻ സംസാരിക്കുന്നതിനപ്പുറം ഒന്നുമില്ല. തട്ടമില്ലേ, പൊട്ട് വെച്ചില്ലേ, കുത്തമിട്ടില്ലേ എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടിയാണ് ഈ പറയുന്നത്. ഈ ഉസ്താക്കന്മാർ വന്ന് പറഞ്ഞാൽ അവന്മാരെ ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ട് കമ്പി ഉസ്താദ് മറ്റേ ഉസ്താദുമാനെ അവരെ വരട്ടും. അല്ലെങ്കിൽ അവർ പറഞ്ഞേനെ. മതം പഠിച്ച് മതം അനുസരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനിക്കും ഇവർക്ക് മറുപടി കൊടുക്കാൻ ഒക്കത്തില്ല. കാരണം ഇവറ്റകളുടെ നാവിൽ നിന്ന് വരുന്നത് അത്രയും വികട സരസ്വതിയാണ്. ആ വികട സരസ്വതിക്ക് അതേ രീതി മറുപടി കൊടുക്കാൻ അതുപോലുള്ള ആൾക്കാർക്കേ പറ്റുള്ളൂ. അങ്ങനെയുള്ളവരത് സംസാരിക്കും. മതബോധം പഠിപ്പിച്ചു കൊടുക്കുകയും ഖുർആൻ ക്ലാസ് എടുക്കുകയും കുട്ടികളെ നേർവഴിക്ക് നടത്തുകയും ചെയ്യുന്ന മനുഷ്യരല്ലേ അവർക്ക് മറുപടി കൊടുക്കണം. ഉസ്താദിനെ വിളിച്ചോണ്ട് ആ ഡിബേറ്റ് എന്ന് പറയുന്ന നാറിയൊക്കെ നന്നായിട്ട് അറിയാം ഉസ്താക്കന്മാരോട് കൊട്ടി പിടിക്കാൻ ഒക്കത്തില്ലെന്ന്. ഇപ്പൊ രാഹുൽ ഈശ്വർ സംസാരിച്ചപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? അതാണ്, രാഹുൽ ഈശ്വർ ഒരു കോമൺ മാൻ ആണ്. അയാൾ സംസാരിക്കുമ്പോൾ അവൻ അണ്ണാക്കി പിരിവെട്ടി. അതേ സമയത്ത് അവിടെ ഒരു ഉസ്താദാണെങ്കിൽ അയാൾക്ക് പരിമിതിയുണ്ട്. അത് മാത്രമല്ല നെഞ്ചിലേക്ക് കടാര കുത്തുന്ന കണക്കാണ് മുഹമ്മദ് നബിയെ പറ്റി പോക്കർത്തരം പറയുമ്പോൾ അവർക്ക് തോന്നുക. തളർന്നു പോകും, ദേഹം തളരും, ഇരുന്നു പോകും. അതവർ വിചാരിക്കുന്നത് എന്തോ തെറ്റുകൊണ്ടാണെന്ന്. അല്ല, അവർക്ക് സഹിക്കാൻ പറ്റുന്നത്. നമ്മളെ പെറ്റ ഉമ്മയെ പറ്റി ഒരാൾ മോശം പറയണം, അയാളെ നോക്കിക്കൊണ്ടിരുന്ന് നമുക്ക് അയാൾക്ക് തല്ലാൻ പറ്റത്തില്ല, നമുക്ക് അയാളെ തെറി വിളിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് തോന്നും? ദേഹം കുഴഞ്ഞ് ഭൂമിക്കടിയിലിട്ട് പൊട്ടാൻ തോന്നും. ആ തോന്നലിൽ തന്നെയാണ് പല ഉസ്താക്കന്മാർക്കും തോന്നിയിട്ടുള്ളത്. അത് മനസ്സിലാക്കുക. ഇത് നമ്മൾ തമാശ രൂപേണ പറയുമ്പോൾ നിങ്ങൾ ഉടനെ വന്നിട്ട് കോഴിക്കോട്ടുകാരെ പറഞ്ഞേ, കൊയിലാണ്ടിക്കാരെ പറഞ്ഞെന്ന് പറഞ്ഞാൽ മോങ്ങരുത്. കൊയിലാണ്ടിയിലുള്ള ഒരെണ്ണം മുസ്ലിം അല്ല, കോഴിക്കോട്ടുള്ള ഒരെണ്ണം മുസ്ലിം അല്ല. ആണെങ്കിൽ ഈ തോന്നിവാസം അവിടെ അനുവദിച്ചു കൊടുക്കത്തില്ല. ജാമിത പറഞ്ഞ ഒരു കാര്യത്തിൽ കാപ്പാട് മഹല്ല് കമ്മിറ്റിന്ന് ഒരാൾ തിരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടോ? അത് ഞങ്ങളുടെ വിഷയമല്ലെന്നാ പറയണം. അപ്പൊ നിന്റെയൊക്കെ വിഷയം എന്തുവാണ്? തിന്നുക, ഉറങ്ങുക, നിസ്കരിക്കുക, അത് മാത്രമാണോ നിന്റെയൊക്കെ വിഷയം? കാപ്പാട് മഹല്ല് കമ്മിറ്റി നടക്കുന്നത് മുഴുക്ക എന്റെ പൈസയിലാണെന്ന് ഒരുത്തിരുന്ന് ആർമാദിച്ച് പറയുകയാണ്. 500K സബ്ബുള്ള ഒരുത്തിരുന്നോണ്ടാണ് ഇത് പറയുന്നതെന്ന് ഓർത്തോണം. അത്രയും ആൾക്കാർ അത് കാണുകയാണ്, മറ്റൊരു കമ്മ്യൂണിറ്റി അത് വിശ്വസിക്കുകയാണ്. അതിനെതിരെയാണ് ഞാനൊരു വീഡിയോ ചെയ്തത്. ഒരാൾ മുഖം കാണിക്കാൻ തയ്യാറായോ? നിങ്ങൾ ചീലക്കിടെ വിളിച്ചോ അവസാനം ഗോത്ര കലാപം പോലെയോ അല്ലെങ്കിൽ പിന്നെ ഗുജറാത്ത് കലാപം പോലെയോ എന്തെങ്കിലും ഒരു ആഴ വരുമ്പോൾ മാത്രം മനസ്സിലാക്കിയാൽ മതി. മനുഷ്യൻ എത്ര പറഞ്ഞാലും പിടികിട്ടാത്ത ഒരു വിഭാഗത്തിനോട് എന്ത് പറയാനാണ്? അവനവൻ ചെയ്യേണ്ടത് അവനവൻ തന്നെ ചെയ്യണം. ഇപ്പൊ ഞാൻ വേണമെങ്കിൽ ഇതിന് മനസ്സിലാവുന്ന രീതിയിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം.
നമ്മുടെ വീട്ടിലേക്ക് ഒരാണ് വരികയാണ്, ഇപ്പോൾ ഒരുത്തം വരികയാണ്, അയാൾക്ക് ഇവിടെ എന്തോ ഒരു ആവശ്യത്തിന് വന്നിട്ട് നമ്മുടെ സുഹൃത്താണ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് സുഹൃത്താണ്, തൽക്കാലം ഒരു ദിവസത്തേക്ക് ഒന്ന് നിൽക്കണം, ഇവിടെ റൂം എടുക്കാനുള്ള പൈസ ഇല്ലയെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഹാളിലെ മറ്റേ ഒരു കട്ടിലോ ഒരു ചെയറോ കൊടുക്കുകയാണ്, അവിടെ കിടക്കുകയാണ്. രാത്രിയാകുമ്പോൾ നമ്മുടെ റൂം തട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യണം? പോടാന്ന് പറഞ്ഞാൽ അപ്പം തന്നെ അവനെ ഇറക്കി വിടണോ വേണ്ടേ? അതോ പൊതുസമൂഹം എന്ത് പറയും? നമ്മൾ അവനിക്ക് സ്പേസ് കൊടുത്തില്ലേ, അതുകൊണ്ടല്ലേ, ഇതല്ലേ, അങ്ങനെയല്ലേ ചിന്തിക്കേണ്ടത്. ദ വെരി നെക്സ്റ്റ് മൊമെന്റ് ആട്ടി പറ്റിക്കണം, പോലീസിനും പിടിച്ചു കൊടുക്കണം തോന്നിയാസം കാണിച്ചത്. അങ്ങനെയാ ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ ഇത് നിങ്ങൾക്ക് മനസ്സിലാവില്ലെന്നൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കുന്നതിന് നല്ല, പക്ഷെ അങ്ങനെ വന്നാൽ അങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞേ. ഇതിനും പകരം അവരവരെ പാട്ട് പാടിക്കോട്ടെ, അങ്ങനെ നിങ്ങൾ വിടുവോ? വീട്ടിനകത്ത് നമ്മൾ ഒരു സ്പേസ് കൊടുത്തിരിക്കുന്ന ഒരുത്തം കയറി വന്ന് നമ്മളെ പിടിക്കാനായിട്ട് വന്നാൽ നിങ്ങൾ അവന്റെ പാടങ്ങ് ചെയ്തോട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മിണ്ടായിരിക്കുമോ? ഇല്ലല്ലോ. അവനവന്റെ പുറത്തേക്ക് കയറുമ്പോഴത്തേക്ക് മാത്രമാണ് ഓരോരുത്തർക്ക് മനസ്സിലാവുക. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ അവഹേളിക്കപ്പെടുന്ന രീതി നിങ്ങൾക്ക് അറിയോ? സോഷ്യൽ മീഡിയ ഒരു മുസ്ലിം പെൺകുട്ടിക്ക് നിൽക്കാൻ പറ്റുമോ? ഉടനെ അവിടെ വന്നിട്ടുണ്ട് അപ്പിക്കുപ്പായിട്ടെന്ന് പറയും, തലേ തട്ടവിട്ട അപ്പിക്കുപ്പായം എന്ന് പറയും. ഇത് ആര് പഠിപ്പിച്ചു കൊടുത്തതാണ്? കോഴിക്കോടുകാർക്ക് സ്വന്തമാണ് ജാമിത. അപ്പിക്കുപ്പായം എന്നാണ് പറയുന്നത്. ഔറത്ത് മറയ്ക്കുക എന്നുള്ളത് സുന്നത്താണ്. അത് ചെയ്യുന്ന പെണ്ണുങ്ങളെയാണ് അവൾ അവഹേളിക്കുന്നത്. അപ്പിക്കുപ്പായിട്ടുണ്ട് ഇറങ്ങി നടക്കണം എന്ന് പറയുന്നത്. ഐഡന്റിറ്റി മറക്കാൻ ഞാൻ പറയത്തില്ല, പക്ഷേ ഒരാൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു നാട്ടിൽ ആ വസ്ത്രത്തിനെ കളിയാക്കുന്ന ഇവൾ എന്തുകൊണ്ട് ഈ മറ്റേ സിനിമാക്കാരികൾ ഇടുന്ന ബിക്കിനി കളിയാക്കുന്നില്ല? എവിടെ മോക്ക് ബിക്കിനി ഇട്ടുകൊണ്ട് നടത്താൻ പറയല്ലേ, അവള് തന്നെ ഇട്ടുകൊണ്ട് നടക്കട്ടെ. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? എന്ത് തോന്നിവാസം അവർക്ക് കാണിക്കാം. തിരിച്ചിപ്പുറത്ത് പറയുന്നവരെ എടുത്തു വെച്ച് അങ്ങോട്ട് ഉടുക്കുക എന്നുള്ള രീതിയാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് കോഴിക്കോട്ടുകാരും കൊയിലാണ്ടിക്കാരും എന്റെ ടൈം ലൈനിൽ വന്നിട്ട് കരയണമെന്നില്ല. നിങ്ങളുടെ കെടുകാര്യ സ്ഥിതി, നിങ്ങളുടെ വിവരക്കേടും കൊണ്ടാണ് ഇവറ്റകൾ നിന്ന് പോകുന്നത്. വേറെ എവിടെയാണെങ്കിലും ആടി പറ്റിക്കും നാട്ടുകാരും, ആടി പറ്റിക്കും. പോക്കർ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് അങ്ങനെ നടക്കുന്നത്? നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ മനസ്സിലാക്കുക, ഒരു ചരിത്രപരമായ ഒരു നോളജാണ് നമ്മൾ സ്പ്രെഡ് ചെയ്യുന്ന, ഒരു കുഴപ്പമില്ല. ചരിത്രത്തിൽ നടക്കുന്ന ഒരു കാര്യം ഇന്ന വിഷയങ്ങളാണ്, അത് പറഞ്ഞാൽ ഓക്കെ ഞങ്ങൾ അംഗീകരിച്ചു. ഇവിടെ സത്യാഗ്രഹങ്ങൾ നടന്നു, ഉപ്പ് സത്യാഗ്രഹങ്ങൾ നടന്നു, ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഡീറ്റെയിൽ എടുത്ത് നമ്മൾ പറയുന്നു. നിസ്സഹകരണ പ്രസ്ഥാനം നടന്നു, ക്വിറ്റ് ഇന്ത്യ നടന്നു, ഇതൊക്കെ നമ്മൾ പറയുകയാണ്. ഇതൊക്കെ ചരിത്രബോധമുള്ളവർക്കും പുസ്തകത്തിൽ എഴുതിയ കാര്യങ്ങളോ പറയുന്നത്, ഇവിടെ നടന്ന സംഭവങ്ങളാ പറയുന്നത്. ഇത് ഈ മുറിയന്മാരെല്ലാം കുഴപ്പമാണ്. ആണോ? നിന്റെ കാലിൻ്റെ വന്നോ മുറിയന്മാര്? എന്തോ ചെയ്തു? ആരെയാ പറയുന്നേ? അവള് പിന്നെ 6-7 പേരാ അവള് നാട്ടുകാരറിയാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ 6-7 പേരും എല്ലാം മുറിയന്മാരാ. മുറിയല്ലാത്ത ഒരുത്തനെ ഉണ്ടായിരുന്നുള്ളൂ കൂട്ടത്. കയറിയതിൽ ഒരെണ്ണം രുചി വ്യത്യാസം ഒരുത്തം മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം മുറിയന്മാരായിരുന്നു. അപ്പോഴോ അവക്ക് വെള്ളനിലം ഒരുക്കി കൊടുക്കുന്ന നിങ്ങളാണ്. ഇനി ഞാൻ അറിഞ്ഞ മറ്റൊരു കാര്യം അറിയാമോ? അലി എന്ന് പറയുന്ന ഏറ്റവും വലിയ ഫ്രോഡ്, എന്നെ ഉൾപ്പെടെ സംഘപരിവാറിന് വേണ്ടി സംസാരിക്കാൻ എന്നോട് നിർബന്ധിച്ച ആ ഫ്രോഡ് മഹല്യാൻ പറ്റിയില്ല. അങ്ക മുതുക്കിളവൻ ചാവുമ്പോൾ കൊണ്ട് കുഴിച്ചിടാൻ അവന് പള്ളിക്കാട് വേണം അതിന് വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങളാണ് അവരെ വളർത്തുന്നത്. നിങ്ങൾ വളർത്തി നിങ്ങൾക്കെതിരെ സംസാരിക്കുമ്പോൾ നൊന്നിട്ട് കാര്യത്തിൽ മാറിയിരുന്ന് കരഞ്ഞോ, മോങ്ങിക്കോ. ഇവിടെ നടക്കത്തില്ലെന്നാ പറഞ്ഞേ. പാളയത്ത് ഞാൻ അവിടെ ചെന്നപ്പോൾ, തിരുവനന്തപുരത്ത് ചെന്നപ്പോഴത്തേക്ക് ഈ പറയുന്ന എല്ലാ ആൾക്കാരും എനിക്ക് പിന്നെ വോയിസ് തന്നല്ലോ, എല്ലാവരും വീഡിയോ ഉൾപ്പെടെ തന്നല്ലോ, എല്ലാവരും ഫോൺ വിളിച്ച് എനിക്ക് എക്സ്പ്ലനേഷൻ തന്നല്ലോ. എന്തുകൊണ്ട് തന്നു? അവർക്കറിയാം ഇതൊരു കമ്മ്യൂണിറ്റിയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രശ്നമാണ്, ഞങ്ങളുടെ തലമുറകളെ ബാധിക്കുന്ന വിഷയമാണ്, അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. പാളയ ഇമാമ് സപ്പോർട്ട് പറഞ്ഞല്ലോ. എന്തുകൊണ്ട് പറഞ്ഞു? നിങ്ങളുടെ കാപ്പാടിലെ മഹല്യാർ വന്നോ? അത് കാണാൻ തന്നെ തയ്യാറായോ? എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ കോഴിക്കോട്ടെ ബൂസ്റ്റപ്പ് ചെയ്ത് ഞാൻ പറയേണ്ടത്? എന്റെത് പറഞ്ഞേ. കോഴിക്കോടുകാർ ആ രീതിയിലാണ്. അതുകൊണ്ടാണ് 5 ലക്ഷം രൂപ ഒരു പാവപ്പെട്ടവനെ അത് അടിച്ചു മാറ്റിയിട്ടിരിക്കുന്നു. എന്നിട്ട് സഹായിച്ചോ നിങ്ങൾ? എന്ത് ചെയ്തു നിങ്ങൾ? കേൾക്കട്ടെ. ചെയ്യുന്നവരെ കൂടെ വിലക്കാതിരിക്കുക. മനസ്സിലായില്ലേ? എനിക്ക് കോഴിക്കോട്ടുകാരുടെ അടുത്ത് ഒരു ദേഷ്യവും ഇല്ല. കോഴിക്കോടിനോട് റെസ്പെക്റ്റേ ഉള്ളൂ. അവിടെയുള്ള മനുഷ്യർ, അവിടെ ഒരു താത്ത ഉണ്ടായിരുന്നു, സ്ഥിരം വിളിക്കുമായിരുന്നു, സുബൈദാന്ന മറ്റോണ് പേര്. എന്തൊരു സ്നേഹമെന്നറിയാമോ? അവർ ഏതെല്ലാം രീതിയിൽ വന്നെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യും, എന്തെങ്കിലും ചെയ്യുന്നു. അവിടെയുള്ള സ്ത്രീകൾക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തത് മറ്റൊരാൾ ചെയ്യുമ്പോൾ അവരെ വന്നിട്ട് ഞങ്ങളുടെ ജില്ലയെ പറയില്ലെന്ന് പറഞ്ഞാൽ നീയൊക്കെ ജില്ല എടുത്ത് പുഴുങ്ങി തിന്നി. ആ വർത്തമാനം അവിടെ ഇരുന്നു കൊണ്ടാണ് പറയുന്നത്. അവളെ ഞങ്ങളെ തിരുവനന്തപുരം നാട്ടിൽ വിട്, ബാക്കി ഞങ്ങൾ നോക്കിക്കൊണ്ട്. ഞങ്ങൾക്കറിയാം അവളെ നാക്കടക്കാനായിട്ട്. പോക്കൃത്തരം പറയുന്നത് ഒരു രീതിയിൽ അനുവദിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. തെണ്ടിത്തരം പറഞ്ഞു കഴിഞ്ഞാൽ മറുപടി ഉണ്ടാകും. കമ്മ്യൂണിറ്റിയെ ബേസ് ചെയ്തിട്ടുള്ള പോക്കൃത്തരങ്ങൾ പറഞ്ഞാൽ ഇപ്പുറത്തുനിന്ന് മറുപടി ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ശക്തമായിട്ടുണ്ടാകും. അതിനകത്ത് ഒരു തർക്കവുമില്ല. കേസ് കൊടുത്ത് ഒതുക്കാമെന്നോ തോന്നിവാസം കാണിക്കാമെന്നോ വിചാരിച്ചാൽ നടക്കില്ല. പറഞ്ഞേ അവർക്ക് എത്രത്തോളം നെഞ്ചിരുത്തമുണ്ടോ അതിന്റെ 10 മടങ്ങ് നെഞ്ചിരുത്തം ഞങ്ങൾക്ക് അന്തസ്സായിട്ട് ജീവിക്കുന്ന കുടുംബത്തിലുള്ളത്. അതുകൊണ്ടാണ്. ആർക്കെങ്കിലും വിഷമമായിട്ടുണ്ടെങ്കിൽ മാറിയിരുന്ന് മോങ്ങി അങ്ങ് തീർത്തോളി.